ഇനി ഞാൻ എൻ്റെ ഫിഫ്ത്ത് കമ്പനിയെ പറ്റി വിവരിക്കുന്നത് ടോറി ഹാരി സീ ഫുഡ്സ്. ഈ കമ്പനിയിലെ ആദ്യത്തെ ഒരു തൊഴിലാളിയാണ്. ഇത് വന്നൊരു ഇൻ്റർനാഷണൽ കമ്പനി, ഫോറിൻ കമ്പനിയാണ്. ഇത് എരമലൂർ പറഞ്ഞ എറണാകുളത്തടുത്തുള്ള ആലപ്പുഴ ജില്ലയിലെ എരമലൂരിലാണ് ഈ കമ്പനി. ഈ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തത് പർച്ചേസ് മാനേജർ ആണെങ്കിൽ പോലും ഈ പർച്ചേസ് മാനേജർ ഒരു ചെമ്മീൻ കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ ജോലിയാണ്. കാരണം ചെമ്മീൻ അല്ലെങ്കിൽ കട്ടിൽ ഫിഷ്, സ്ക്വിഡ്, ഒക്ടോപ്പസ് എന്നീ സംഭവങ്ങൾ കിട്ടാൻ വളരെ പാടാണ്. സീ ഫുഡ് കമ്പനികൾ നിറയെ. അതുകൊണ്ട് എല്ലാവരും വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ കടപ്പുറത്ത് വരും. അതുകൊണ്ട് നമുക്കത് കിട്ടാനാണ് പാട്. അതുകൊണ്ട് നമ്മൾ ഏത് രീതിയിലാണ് നമ്മളതൊരു മാർക്കറ്റിംഗ് അപ്രോച്ചിലൂടെയാണ് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുക. ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ജോലിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് 12 വണ്ടി ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അവരെല്ലാം വന്നിട്ട് കടപ്പുറത്ത് പോയി നിൽക്കും. വണ്ടിയായിട്ട് ഐസായിട്ട് മാർക്കറ്റ് ലാൻഡിങ് മെറ്റീരിയൽസ് 1 മണിക്ക് കൊച്ചിയിൽ ആരംഭിക്കും. കൊല്ലത്ത് ഒരു 1:30 വരും. ഈ ബോട്ടുകൾ കോഴിക്കോട് 2 മണിക്ക് വരും. പുതിയ അപ്പയിൽ വന്നിട്ട് ഒരു 2 മണി 2:30 വരും. ഇങ്ങനെ രീതിയിലാണ്. നാഗപട്ടണത്തിലാണെങ്കിൽ ഒരു 6 മണിക്ക് വരും. രാവിലെ 6 മണിക്ക് വരും. ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്മുടെ വണ്ടികൾ നിൽക്കും. ഐസുമായിട്ട് നമ്മുടെ സൂപ്പർവൈസറായിട്ട് അവിടെ ഒരു കടപ്പുറത്തൊരു ഏജൻ്റ് ഉണ്ടാകും. ആ ഏജൻ്റാണ് നമുക്ക് സാധനങ്ങളെടുത്ത് തരാറുള്ളത്. സോ നമ്മളൊരു 3 മണിയാകുമ്പോൾ 2-2:30 ആകുമ്പോൾ ഞാൻ പറയും എല്ലായിടത്തെയും ഉള്ള ഇൻഫർമേഷൻ എനിക്ക്, അതായത് ലാൻഡിങ് പറയും. ഓരോ ബോട്ടുകൾ ഒന്ന് ചരക്കിറക്കുമ്പോൾ അത് ലാൻഡിങ് പറയും. ആ ലാൻഡിങ്ങിൽ ഓപ്ഷൻ സ്റ്റാർട്ടാകും. ഓപ്ഷൻ സ്റ്റാർട്ടാകുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കും. ആ പങ്കെടുക്കുമ്പോൾ ഓരോ സ്ഥലത്തെ റേറ്റുകൾ നമുക്കറിയാം. ഈ റേറ്റുകളുടെ വ്യത്യാസം വരുന്നത് അന്നന്ന് എക്സ്പോർട്ടറുടെ ആവശ്യാനുസരണമായിരിക്കും. റേറ്റുകളുടെ വ്യത്യാസം വരും. ഒരു എക്സ്പോർട്ടറിന് പെട്ടെന്ന് തന്നെ കണ്ടെയ്നർ ഫുൾഫിൽ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റേറ്റ് കൂടും. അതേമാതിരി ഐസ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും റേറ്റ് കുറയും. സാധനം വാങ്ങാൻ ആളുണ്ടാകില്ല, കാരണം ഐസ് ഉണ്ടാകില്ല. ഐസ് ഉള്ളവർ വില കുറച്ച് സാധനം എടുക്കും. സോ നമ്മൾ ഈ ഒരു 12 സ്ഥലത്ത് ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ആ ഡാറ്റ അനുസരിച്ച് നമ്മൾ ഇവർക്ക് മെസ്സേജ് കൊടുക്കും. ഏത് കടപ്പുറത്തുനിന്ന് സാധനങ്ങൾ എടുക്കണം, കോഴിക്കോട് എടുക്കണോ, ബേപ്പൂർ എടുക്കണോ, അല്ല കൊല്ലത്തെടുക്കണോ, വിഴിഞ്ഞത്തെടുക്കണോ എന്നുള്ള രീതിയിൽ എല്ലാ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കും. അതനുസരിച്ച് വണ്ടിയിൽ സാധനങ്ങൾ അവർ കയറ്റി കൊണ്ടുവരും. ഇതാണ് നമ്മുടെ മെയിൻ അവിടുത്തെ ജോലി. പക്ഷേ ഇത് നമ്മൾ ഫിഷർമാനുമായിട്ടുള്ള റാപ്പോർട്ട് ഉണ്ടെങ്കിൽ മംഗലാപുരം മാതിരിയുള്ള സ്ഥലത്ത് ബോട്ട് വന്ന് റേറ്റിനാണ്, അതായത് അഡ്വാൻസ് ബോട്ട് സിസ്റ്റം എന്ന് പറയും. അവർ ബോട്ടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാകും. അവർക്ക് സാധനങ്ങൾ കിട്ടും. നമ്മൾ ഇവരുമായിട്ട് നല്ലൊരു റാപ്പോർട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് സാധനം നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റും. മംഗലാപുരം, മൽപ്പെ, ഗോവ ഈ രീതിയിലാണ് നമ്മൾ വാങ്ങിയെടുക്കുക സാധനങ്ങൾ. എന്നാൽ നമ്മളിപ്പോൾ ബോട്ട് ട്രോളേഴ്സ് പറയും. 10-15 ദിവസം പോയി വിശാഖപട്ടണത്തുള്ള ട്രോളേഴ്സ് വരും, പാരാദ്വീപിലുള്ള ട്രോളേഴ്സ് വരും. അവരും ഇതേമാതിരി ബോട്ടിന് വന്ന് റേറ്റ് വെച്ചുകൊണ്ട് നമ്മളെടുക്കും. അത് കട്ടിൽ ഫിഷിൽ ഗ്രേഡ് ഉണ്ട്. U1, 1, 2, 2, 4, 5, 6, 6, 8, 12 എന്ന് പറഞ്ഞ് പല രീതിയിലാണ് ഗ്രേഡ്. അതും ഈ പറഞ്ഞ മാതിരി വെയിറ്റ് അനുസരിച്ചാണ് ഗ്രേഡ് ചെയ്യുക. അതനുസരിച്ചായിരിക്കും നമ്മൾ പോയിട്ട് സാധനം നോക്കി വാങ്ങിക്കാനുള്ള കഴിവ് വരണം. കാരണം മിക്സിംഗ് ഉണ്ടാവും. മിക്സിംഗ് നോക്കിയിട്ട് ഈ പ്രൈസ് നിശ്ചയിച്ച് വാങ്ങിക്കണം. അവിടെയും നമുക്ക് വന്നിട്ട് അവരോട് സ്നേഹത്തിൽ നിന്നാൽ മാത്രമേ സാധനങ്ങൾ കിട്ടൂ. അതുമാത്രം വളരെ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. ആ കാലാവസ്ഥ, അവിടുത്തെ കാലാവസ്ഥ, ബോട്ടിൻ്റെ വരവ്, എത്ര ബോട്ട് വന്നു, എത്ര ബോട്ട് ഫിഷിങ്ങിന് പോയി, ഈ വിവരങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബോട്ട് ആദ്യം തന്നെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ട്രെൻഡ് എന്താണ്, ബോട്ടിൽ ചരക്കുകൾ നിറയുണ്ടോ, കുറഞ്ഞതാണോ വരുന്നത്. ഇതനുസരിച്ച് ട്രോൾ ബോട്ട് വരുമ്പോൾ എത്ര കമ്പനികളെ റെപ്രസെൻറ്റേറ്റ്, ഇതെല്ലാം നമുക്ക് നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും. പല കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ കാണും. അവരുടെ സംസാരിക്കുമ്പോൾ അവർക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ അവർ നമ്മളോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കാൻ നമുക്ക് അറിയാൻ കഴിയും മാർക്കറ്റിലെ ഡിമാൻഡ് എന്ന്. അതനുസരിച്ചായിരിക്കും നമ്മൾ വില നിർണ്ണയിക്കുക. ഇനി വില നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് പ്രൈസ് നമുക്കൊന്നുണ്ട്. അത് വന്ന് സാച്ചുറേറ്റഡ് പോയിൻ്റാണ് എക്സ്പോർട്ട് പ്രൈസ്. ഈ എക്സ്പോർട്ട് പ്രൈസ് അനുസരിച്ചായിരിക്കും നമുക്ക് വന്നിട്ട് മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ കഴിയുള്ളൂ. ഈ എക്സ്പോർട്ട് പ്രൈസിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ എടുക്കും. ആ ബ്രേക്കപ്പ് എടുത്തിട്ടാണ് നമുക്കൊരു ലാൻഡിങ് പ്രൈസ് ഇത്ര കിട്ടിയാൽ വാങ്ങിക്കുക എന്ന് പറഞ്ഞ് മാനേജ്മെൻറ്റ് ഒരു 10% കുഷൻ വെച്ച് നമ്മളോട് പറയും.
നമ്മളൊരു 10% കുഷൻ വെച്ച് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനോട്, അതായത് നമ്മൾ വാങ്ങിക്കുന്ന പർച്ചേസ് സൂപ്പർവൈസറോടും പറയും ഈ 10% കുഷൻ വെച്ച്. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്കൊരു ഈ 10% നമ്മുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും. അവർക്കും വന്ന് അവർക്ക് ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രീഡത്തിന് ഒരു 10% നമുക്ക് കുഷൻ വെച്ചിട്ട് മാത്രമേ ആ ഫ്രീഡം കൊടുക്കുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും അവർക്കാണ് ആ ഫ്രീഡം. ഓപ്ഷൻ എടുക്കാനും ഉടൻ തന്നെ പൈസ കൊടുക്കാനും ഇതിലൊന്നും നമ്മൾ ഇടപെടില്ല. അതെല്ലാം തന്നെ മാനേജ്മെൻറ്റ് അവരിൽ ഏൽപ്പിച്ചിരിക്കും. നമ്മുടെ ജോലി ഓൺലി നല്ല ഗ്രേഡ് സാധനങ്ങളെടുത്ത് എക്സ്പോർട്ടിൽ നിന്ന് വരുന്ന ഓർഡർ അനുസരിച്ച് ചരക്കെടുത്ത് എടുപ്പിക്കാനുള്ളതാണ് നമ്മുടെ ജോലി. അതല്ലാതെ ലാൻഡിങ് സെൻറ്ററിൽ പോയി അവരുമായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു റാപ്പോർട്ട് ബിൽഡിങ്ങും മാർക്കറ്റ് ട്രെൻഡ്, മാർക്കറ്റ് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ മാർക്കറ്റും ഞാൻ വിസിറ്റ് ചെയ്യും. എൻ്റെ എക്സിക്യൂട്ടീവുകൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു, വില എങ്ങനെ ഒരു കമ്പനിക്ക് ഏത് രീതിയിലാണ് നമുക്ക് വാങ്ങിച്ചു തരുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞങ്ങളുടെ ഒരു കമ്പനി വലിയ കമ്പനിയാണ്, ഫോറിൻ കമ്പനിയായിരുന്നു. ഇറ്റലി, സ്പെയിൻ എല്ലാവിടെയും ഞങ്ങളുടെ ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ലാഭകരമായിട്ടായിരുന്നു മെറ്റീരിയൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയിൽ ഞാൻ തുടർന്ന് ഒരു 5 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യത്തെ 1 വർഷം ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടി എല്ലാ ഹാർബറിലും പോയി എല്ലാ കാര്യങ്ങളും പഠിച്ച്, ബോട്ട് വരുന്ന സമയം മുതൽ ബോട്ട് എൻഡ് ചെയ്യുന്ന സമയം വരെ അവിടെ നിന്ന് പഠിച്ച് 1 വർഷം എൻ്റെ പഠനത്തിന് ശേഷമാണ് കമ്പനിയിൽ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ആദ്യത്തെ ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ആ പഠിച്ചത് ഞാൻ വളരെ വാല്യൂബിളായി തന്നെ കമ്പനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന സന്തോഷവും എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ വളരെ പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ സീ ഫുഡ് പർച്ചേസ്. പക്ഷേ എനിക്ക് അക്കാര്യത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കമ്പനി എന്നെ വിശ്വസിച്ചിരിക്കുന്നതാണ്. ഞാൻ അതിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തൊഴിലാളികൾ പട്ടിണിയാവും, കമ്പനി പൂട്ടിപ്പോയാൽ എന്ന എൻ്റെ ഒറ്റ കാരണം കൊണ്ട് ഞാനൊരു സ്കൂട്ടറുമായി പോയി. അതേ സ്കൂട്ടറായിട്ട് വന്നു. ഇന്നും ആ കമ്പനിയിൽ ആ വാതിൽ തുറന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന ഏത് കമ്പനിയിലും ചെന്ന് കയറാം. കാരണം ഞാൻ ഒരു കോമ്പറ്റേറ്ററോടും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിതത്തിൽ പല കമ്പനികളും ചാടേണ്ടി വന്നു. പക്ഷേ എൻ്റെ ജീവിതം പരാജയമാണ് എന്നുള്ളത് മാത്രമേ ഞാൻ പറയൂ. അത് ശരിയായ ഒരു വഴി ആയിരുന്നില്ല എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കുമ്പോഴേക്കും വയസ്സ് 62 ഏതായാലും അതൊരു പാഠമായി എൻ്റെ ജീവിതത്തിലെടുത്ത് മറ്റുള്ളവരും അറിയണം. അവരെങ്കിലും ഫോക്കസായിരിക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് അതോടെ 5ാമത്തെ കമ്പനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ സെയിൽസ്മാൻഷിപ്പിനെ പറ്റി വിവരിച്ചു കഴിഞ്ഞു.